2024 അൺറേറ്റഡ് ചിത്രങ്ങൾ. സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും ഇറങ്ങിയ വർഷമാണ് മോളിവുഡിന് 2024. 5ഓളം ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ഈ വർഷത്തിൽ മികച്ച ചിത്രങ്ങൾ ഒരുപാട് സംഭവിച്ചു. മികച്ച സിനിമാനുഭവം സമ്മാനിച്ചിട്ടും വേണ്ടത്ര തിയേറ്ററുകളിൽ ശ്രദ്ധ നേടാതെ ചിത്രങ്ങളും ഈ വർഷം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏതാനും ചിത്രങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും. ടൊവിനോ തോമസിനെ നായകനാക്കി 2024 പുറത്തിറങ്ങിയ മലയാള പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ ചലച്ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ജിനു എബ്രഹാമാണ്. ഡാർവിൻ കുര്യാക്കോസും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും OTT റിലീസിന് ശേഷം മികച്ച ശ്രദ്ധ നേടാൻ ചിത്രത്തിന് സാധിച്ചു. 5 കള്ളക്കൊക്കാൻ. വെസ്റ്റേൺ ചലച്ചിത്രങ്ങളുടെ മാതൃകയിൽ ഒരുക്കിയ മലയാള ചിത്രമാണ് 5 കള്ളക്കൊക്കാൻ. ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് നടൻ ചെമ്പൻ വിനോദാണ്. ചെമ്പൻ വിനോദ്, ലുക്മാൻ അവറാൻ, മണികണ്ഠൻ ആചാരി എന്നിവർ വേഷമിട്ട ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചെങ്കിലും വേണ്ടത്ര ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചില്ല. ഗംഭീരമായ മേക്കിംഗ് ആയിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പെരുമാനി. മഞ്ജു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സണ്ണി വേ, വിനയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. സംവിധായകൻ തന്നെ രചിച്ച ചിത്രം കഥ പറഞ്ഞ ശൈലി കൊണ്ടും അതിലെ ബ്ലാക്ക് ഹ്യൂമർ കൊണ്ടുമാണ് മികച്ചതാവുന്നത്. മികച്ച നിരൂപക പ്രശംസ ലഭിച്ച ചിത്രത്തിന് തിയേറ്ററുകളിൽ വിജയം നേടാൻ സാധിച്ചില്ല. മന്ദാകിനി. തിയേറ്ററുകളിൽ മോശമല്ലാത്ത വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും ഒരു കോമഡി എന്റർടൈനർ എന്ന നിലയിൽ അറിയിച്ച ശ്രദ്ധ കിട്ടാത്ത ചിത്രമാണ് മന്ദാകിനി എന്ന് പറയാം. അൽതാഫ്, അനാർക്കലി എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രം രചിച്ചത് ഷിജു M ഭാസ്കർ, ഷാലു എന്നിവർ ചേർന്നാണ്. ലിറ്റിൽ ഹാർട്സ്. ഷെയ്ൻ നിഗം, ബാബുരാജ് എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത ലിറ്റിൽ ഹാർട്സ് ഒരു റൊമാന്റിക് കോമഡി ഫാമിലി ഡ്രാമയായിരുന്നു. മോശമല്ലാത്ത പ്രതികരണം ലഭിച്ചിട്ടും പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രത്തിന് തിയേറ്ററുകളിൽ തുടരാൻ സാധിക്കാതെ വരികയും അർഹിച്ച വിജയം നേടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. ഗോളം. നവാഗതനായ സംജാദ് ഒരുക്കിയ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം മികച്ച അഭിപ്രായം നേടിയെങ്കിലും അർഹിച്ച വിജയം നേടാതെ പോയ ചിത്രമാണ്. പ്രവീൺ വിശ്വനാഥ്, സംജാദ് എന്നിവർ ചേർന്ന് രചിച്ച ചിത്രത്തിൽ രഞ്ജിത്ത് സഞ്ജീവ്, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, സിദ്ദീഖ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. ഗഗനാചാരി. 2024 വന്ന സയൻസ് ഫിക്ഷൻ കോമഡി മോക്കുമെന്ററി ചലച്ചിത്രമാണ് ഗഗനാചാരി. 2040കളിൽ 3 പുരുഷന്മാർ ഒരു നിഗൂഢ അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അനാർക്കലി മരിക്കാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, KB ഗണേഷ് കുമാർ എന്നിവരാണ് ഈ ചലച്ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. അരുൺ ചന്തു ഒരുക്കിയ ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചെങ്കിലും അർഹിച്ച വിജയം നേടാൻ സാധിച്ചില്ല. ലെവൽ ക്രോസ്. ആസിഫ് അലിയെ നായകനാക്കി അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനും നിരൂപകരുടെ വലിയ കയ്യടി ലഭിച്ചു. ആസിഫ് അലിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനം കണ്ട ചിത്രത്തിൽ അമല പോൾ, ഷർഫുദ്ദീൻ എന്നിവരും പ്രധാന വേഷങ്ങൾ ചെയ്തു. എന്നാൽ തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് ചിത്രം നേരിട്ടത്. അഡിയോസ് അമിഗോ. നവാഗതനായ നഹാസ് നാസർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് വേഷമിട്ടത്. കോമഡി ഡ്രാമ ആയി ഒരുക്കിയ ചിത്രം ഇരുവരുടെയും മികച്ച പ്രകടനം കൊണ്ടാണ് ശ്രദ്ധ നേടിയത്. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രം പരാജയമായി മാറി. ഭരതനാട്യം. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് തോമസ് തിരുവല്ല, സൈജു കുറിപ്പ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും തിയേറ്ററുകളിൽ പരാജയമായിരുന്നു വിധി. എന്നാൽ OTT റിലീസിന് ശേഷം ചിത്രത്തിന് ശ്രദ്ധ നേടാനായി. സൈജു കുറിപ്പ്, സായ് കുമാർ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പുഷ്പക വിമാനം. ഉല്ലാസ് കൃഷ്ണ ഒരുക്കിയ പുഷ്പക വിമാനം വ്യത്യസ്തമായ കഥ പറഞ്ഞ ചിത്രമായിരുന്നു. ടൈം ലൂപ്പ് പ്രമേയമാക്കി കഥ പറഞ്ഞ ചിത്രത്തിൽ സിജു വിൽസൺ, ബാലു വർഗീസ്, ബേസിൽ ജോസഫ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. തിയേറ്ററുകളിൽ വിജയിക്കാൻ ചിത്രത്തിന് സാധിച്ചില്ലെങ്കിലും കഥ അവതരിപ്പിച്ച രീതി കൊണ്ട് കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്ന ചിത്രമായിരുന്നു ഇത്. പല്ലുട്ടി 90s കിഡ്സ്. ജിതിൻ രാജ് ഒരുക്കിയ ഈ ചിത്രം രചിച്ചത് ദീപക് വാസനും നിർമ്മിച്ചത് സാജിദ് യഹിയയുമാണ്. മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെങ്കിലും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടാൻ ചിത്രത്തിന് സാധിച്ചില്ല. കുട്ടികളുടെ ചിത്രമായി കഥ പറഞ്ഞ ചിത്രത്തിൽ ബാലു വർഗീസ്, അർജുൻ അശോകൻ, ഡാവിഞ്ചി സന്തോഷ്, നീരജ് കൃഷ്ണ എന്നിവരാണ് വേഷമിട്ടത്. മുറ. കപേളയ്ക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. റിയ ഷിബു നിർമ്മിച്ച ചിത്രം രചിച്ചത് സുരേഷ് ബാബു ആണ്. സുരാജ് വെഞ്ഞാറമൂട്, ഹൃദു ഹാറോൺ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത ചിത്രത്തിന്റെ മികവ് ഇതിന്റെ മേക്കിംഗ് ആയിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടും വലിയ വിജയം നേടാൻ ചിത്രത്തിന് സാധിച്ചില്ല. ആനന്ദ് ശ്രീബാല. വിഷ്ണുവിനെ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അർജുൻ അശോകനാണ് പ്രധാന വേഷം ചെയ്തത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി അഭിലാഷ് പിള്ള രചിച്ച ഈ ചിത്രം നിർമ്മിച്ചത് വേണു കുന്നപ്പിള്ളി, ആൻഡോ ജോസഫ് എന്നിവരാണ്. മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന അഭിപ്രായം നേടിയെങ്കിലും ഒരു മികച്ച തിയേറ്റർ വിജയത്തിലേക്ക് പോകാൻ ചിത്രത്തിന് സാധിച്ചില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഫോളോ ഓൺ ലുക്കസ് മീഡിയ.